പ്രിയപ്പെട്ടവരെ, മാനസിക ആരോഗ്യ രംഗത്ത് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അനുദിനം മനുഷ്യരുടെ മാനസിക പിരിമുറുക്കങ്ങൾ, സ്ട്രെസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള ചികിത്സാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവുമാണ്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഞാനൊക്കെ കൗൺസിലിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, അനേകം മനുഷ്യർ മാനസിക വ്യഥകളിലൂടെ കടന്നു പോവുകയാണ്. അത് ഡിപ്രഷനാവാം, ആങ്സൈറ്റി ആവാം, ടെൻഷനുകളാവാം, ഉത്കണ്ഠകളാവാം, പലവിധ ടെൻഷനുകൾ. അപ്പോൾ ഇതൊന്ന് പറയുവാനും അതോടൊപ്പം തന്നെ ഗൈഡൻസ് സ്വീകരിക്കാനും വേണ്ടതായ ചികിത്സകളിലൂടെ ഇതിനെ പരിഹരിച്ചെടുക്കാനുമുള്ള ഒരു വളരെ ഗൗരവതരമായ ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. അപ്പം അതിനുവേണ്ടി തലശ്ശേരി അതിരൂപതയിൽ കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനേകം ആൾക്കാർ സംബന്ധിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഈ മിനിസ്റ്റേഴ്സ് ആണ് എന്ന് മെൻ്റൽ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ആണെന്ന് അഭിനന്ദ പിതാവ് സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഈ മാനസിക ആരോഗ്യത്തെ പരിരക്ഷിക്കുക എന്നുള്ളത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാലമായി, പ്രാധാന്യം കൊടുക്കേണ്ട കാലമായി. ഇനി ഇതുവരെ അതൊരു മറ്റുള്ളവരെ അറിയിക്കാതിരുന്ന കാര്യമോ അല്ലെങ്കിൽ അറിഞ്ഞാൽ നാണക്കേടുള്ള കാര്യമോ ഒന്നുമല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നും മാനസികാരോഗ്യം എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സമയമായി. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവരും സന്തോഷമുള്ളവരായി, നല്ല ആരോഗ്യമുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ സഭയുടെ ഈശോയിൽ നിന്നാണല്ലോ സഭ ആരംഭിക്കുന്നത്. ഈശോയുടെ ഒരു മിനിസ്ട്രി പ്രത്യേകതയായിരുന്നു എല്ലാവരെയും ചേർത്ത് നിൽക്കുക, ആരെയും പുറത്തു നിർത്തിയിട്ടില്ല. ഇതുപോലെ തന്നെ ആ മിനിസ്ട്രി തുടരുന്ന സഭയും ഇതൊരു മിനിസ്ട്രിയായിട്ട് ഏറ്റെടുക്കുകയാണ്. കാരണം മാനസിക ആരോഗ്യവും അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയൊക്കെ പരിരക്ഷിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്, അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് എന്നാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും സഭ ഇടപെടും. കാരണം മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒന്നാണ് സഭ. അല്ലാതെ മാറി നിന്ന് പ്രാർത്ഥനാപരമായ കാര്യങ്ങൾ മാത്രം പോകുന്നതല്ല. അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ എപ്പോഴും സഭ ഇടപെട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു തുടക്കം കൂടിയാണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം. എനിക്കൊക്കെ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര കേസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു, കുട്ടികൾക്ക് ടെൻഷനുകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വായിച്ചില്ലേ, ഒരു കുഞ്ഞുകുട്ടിയൊക്കെ ആത്മഹത്യ ചെയ്ത്, 8 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ടെൻഷനുകൾ കൂടിക്കൂടി വരികയാണ് കുട്ടികൾക്കതെ, അതോടൊപ്പം തന്നെ യുവതി യുവാക്കന്മാർക്കതെ, നമ്മുടെ കുടുംബജീവിതത്തിലതെ. അപ്പോൾ ഈ രംഗത്ത് ട്രെയിനിങ് കിട്ടിയ അനേകം മനുഷ്യരെ ഇന്ന് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവരും ഇതൊരു ഗൗരവതരമായ ഉത്തരവാദിത്തമായിട്ട് കരുതണം, മാനസിക ആരോഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ സിവിയറായ കേസുകൾ, ഉദാഹരണത്തിന് സിവിയർ ഡിപ്രഷനാണ് എങ്കിൽ നമുക്ക് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിങ്ങിനുണ്ട് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ചില മെഡിക്കേഷൻ വേണ്ടി വരും. അപ്പോൾ അത് മെഡിക്കേഷൻ റെഫർ ചെയ്ത് വിടണം. അപ്പോൾ ഞങ്ങളൊക്കെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ അടുത്ത് റെഫർ ചെയ്ത് വിടും. ചിലതിന് മെഡിക്കേഷൻ ആവശ്യമില്ലാതെ തെറാപ്പിയിലൂടെ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു സൈക്കോളജിസ്റ്റിന് അത് തീരുമാനിക്കാൻ പറ്റും, ഇത് മെഡിക്കേഷൻ വേണമോ വേണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി മരുന്ന് ആവശ്യമുള്ള മരുന്ന് തന്നെ വേണം. അപ്പോൾ അതുപോലെ തന്നെ തെറാപ്പിയും ചില കേസുകളിൽ മരുന്നും തെറാപ്പിയും ഒരുമിച്ച് വർക്ക് ചെയ്യണം. ചില കേസുകളിൽ തെറാപ്പി മാത്രം മതി. ചില കേസുകളിൽ മെഡിക്കേഷനാണ് കൂടുതലായിട്ട് വേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന്, സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ചേർന്ന് വേണം ഈ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി. നമ്മൾ നോക്കുമ്പോൾ പലവിധ കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. 5 കാരണങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, ഈ മീഡിയയുടെ അതിപ്രസരമാണ്. അപ്പോൾ ഇന്ന് മീഡിയയുടെ അതിപ്രസരം വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പലവിധ രീതിയിൽ അവരുടെ മനസ്സ് ഏകാഗ്രത എടുക്കാനോ അല്ലെങ്കിൽ കാര്യം ചിന്തിക്കാനോ പറ്റുന്നില്ല. കാരണം അവരുടെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്ന അറിവുകളുടെ ഒരു ഭയങ്കര വിക്ഷോഭം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കി വെക്കാനോ ഏകാഗ്ര വെക്കാനോ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അതിപ്രസരം, മീഡിയയുടെ അതിപ്രസരം ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമത്തിൽ, ജീവിതത്തെ മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള പരിശ്രമം. അതുകൊണ്ട് മുന്നോട്ട് സന്തോഷത്തോടെ പോകണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർത്തേ ഒക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സ്ട്രെസ്സ് കൂടിക്കൂടി വരികയാണ്. അതാണ് മറ്റൊരു കാരണം, അതായത് കോമ്പറ്റീറ്റീവ് വേൾഡ്. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത്, ചുറ്റുപാടുകളിൽ നിന്ന് ആൾക്കാർ സുഹൃത്ത് വലയങ്ങളൊക്കെ ചുരുങ്ങി വരികയാണ്. അപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം ആൾക്കാർ ചുരുങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സ് തുറക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ സ്നേഹിക്കാൻ എൻ്റെ ചുറ്റുമുള്ളവർ, കുടുംബാംഗങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ ഞാൻ ആകെ ടെൻഷനായി മാറും, ഒറ്റപ്പെട്ടു പോകും, ഏകാന്തം അനുഭവിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒതുങ്ങിക്കതിയുന്ന മനുഷ്യർ കൂടിക്കൂടി വരുമ്പോഴും മാനസിക അസ്വസ്ഥതകൾ കൂടിക്കൂടി വരും.
പിന്നെ നാലാമത് ഞാൻ കാണുന്നത് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണമാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ പണ്ടൊക്കെ ഒരുപാട് കുടുംബങ്ങൾ എല്ലാവരും കൂട്ടായി ഒരുമിച്ച് താമസിച്ചിരുന്നു. എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അങ്കിളും സഹായിക്കും, അല്ല എനിക്കൊരു അടുത്തൊരാളുണ്ട്, ഒരു കൂടെ ഒരാളുണ്ട്, ഒരു മച്ചുനുണ്ട്, അങ്ങനെ ഒന്ന് സഹായിക്കും. പക്ഷേ ഇന്ന് സഹായിക്കാൻ ആളില്ല. അപ്പോൾ അങ്ങനെ ഈ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇന്ന് പുതിയ ലോകത്ത് ജീവിക്കുമ്പോഴുള്ള ടെൻഷനുകൾ, അതായത് ആധുനിക ലോകത്ത് നമ്മൾ വരുമ്പോൾ മനസ്സിൻ്റെ വ്യഗ്രതകൾ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുവാണ്. ഇങ്ങനെ പലവിധ കാരണങ്ങളാണ് ഞാൻ കാണുക. രൂപതയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഈ മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രി താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ചേർക്കുക. എന്നിട്ട് അതിൽ ട്രെയിൻ കിട്ടിയ ആൾക്കാരുണ്ട്, ട്രെയിൻ കിട്ടാത്ത ആൾക്കാരുമുണ്ട്. ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ ഒന്നിച്ച് ചേർത്ത് അവരുടെ ലഭ്യത എല്ലാവർക്കും അറിവാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ്. ട്രെയിനിങ് കിട്ടാത്തവർ അവരിങ്ങനെ ആവശ്യമുള്ളവരെ കണ്ടെത്തി, അതായത് മാനസിക അസ്വസ്ഥപ്പെടുന്നവരെ കണ്ടെത്തി ഇങ്ങനത്തെ സെൻറ്ററുകളിൽ, ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലായിടത്തും സെൻറ്ററുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു പുതിയ പുസ്തകം ഇതിനു വേണ്ടി പ്രകാശനം ചെയ്തു. അപ്പോൾ എല്ലാ സെൻറ്ററുകളുടെയും പേരുകളും അത്യാവശ്യം കോൺടാക്ട് നമ്പറുകളും അതോടൊപ്പം തന്നെ എമർജൻസി നമ്പറുകളെല്ലാം ഇതിലുണ്ട്. പിന്നെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും എത്തിക്കുക, ആവശ്യമുള്ളവർക്ക് ഈ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. മാനസികാരോഗ്യം അവരുടെ ഒരു പ്രശ്നമല്ല, അതിന് പരിഹാരമുണ്ട് എന്ന കാര്യം എല്ലാവരും അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി കൗൺസിലിംഗ് സെൻറ്ററുകൾ, സൈക്കാട്രിക് ഹോസ്പിറ്റലുകൾ എല്ലാം ചേർത്ത് ഈ മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു.